ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 54/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന 2025 മെയ് മാസം 21-ാം തീയതി നടന്ന ഓഫീസ് അറ്റൻഡന്റ് എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പാർട്ടിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യ പേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനൽ ആയ എയിം4 PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചോദ്യ പേപ്പറിലെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എയിം4 PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 71ാമത്തെ ചോദ്യം, 15 × 7 + 3 ഡിവൈഡഡ് ബൈ 5 - 3 എത്ര? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. 15 × 7 + 3 അതൊരു ബ്രാക്കറ്റിലാണല്ലോ, ഡിവൈഡഡ് ബൈ 5 - 3. ഈ ചോദ്യം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇത് ബോർഡ് മാസ് ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ റൂൾ അനുസരിച്ച് വേണം നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ. അപ്പോൾ ആദ്യം ഏതാണ്? ബ്രാക്കറ്റിലുള്ള ഓപ്പറേഷൻ ചെയ്യണം, ബ്രാക്കറ്റിലുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിൽ എന്താണ്? 7 + 3 എന്നാണ്. 7ഉം 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 10 കിട്ടും. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം. 15 × 7 + 3 10 ഡിവൈഡഡ് ബൈ 5 - 3. ഇനി അടുത്തത് ഓ, ബോർഡ് മാസിലെ ബി നമ്മൾ ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു. ഇനി ഓഫ് ഇവിടെ വെച്ചൊന്നുമില്ല, അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനിയും അടുത്ത ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ചെയ്യാനായിട്ടുള്ളതാണ്. അത് ഹരിക്കണം. അപ്പൊ എന്താണ് ഇവിടെ ഹരിക്കാനായിട്ടുള്ളത്? 10 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 10നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 2. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? 15 × 2 - 3. ഇനി അപ്പോൾ ഡിവിഷൻ പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ്? ഇനി നമുക്ക് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. അപ്പൊ എന്താണ് ഇവിടെ ഗുണിക്കാനുള്ളത്? 15 × 2. 15നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 30 കിട്ടും. 30 - 3. ഇനിയിപ്പോൾ ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. 30ൽ നിന്നും 3 കുറയ്ക്കുകയാണെങ്കിൽ എത്ര കിട്ടും? 27. നമ്മുടെ ഉത്തരം 27. അതായത് ഓപ്ഷൻ സി 27 നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊരു വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി 72ാമത്തെ ചോദ്യം, 0.0004 + 0.00004 ഒന്നേക്കാൾ എത്ര കൂടുതലാണ് 2/5? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 0.0004 + 0.00004. അപ്പോൾ സീറോസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇത്ര അധികം ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഒരക്കം മാറിപ്പോയ ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിപ്പോകും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിനേക്കാൾ എത്ര കൂടുതലാണ് 2/5 എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ എത്ര കൂടുതലാണ് 2/5? അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ ഒപ്പം ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്, തമ്മിൽ ആഡ് ചെയ്യുമ്പം 2/5 കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവ രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 0.0044 + x = 2/5. ഈ 2/5നെ എനിക്ക് ഒരു ഡെസിമൽ ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ എത്ര കിട്ടും? 0.00044 + x = 0.4 അല്ലെങ്കിൽ 0.4. ഇനി എന്താണ്? x = 0.4 മൈനസ് ഈ സംഖ്യ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി, 0.00044. ഇവ തമ്മിൽ കുറയ്ക്കണം. എത്ര കിട്ടും? 0.39956. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്.
ഇതൊരു സിമ്പിൾ ചോദ്യം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം, നമുക്ക് ഓപ്ഷനിൽ നിന്നും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇവ തമ്മി ആഡ് ചെയ്യുമ്പം ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 4 വന്നുകൊണ്ട് തമ്മി കുറയ്ക്കുമ്പം യൂണിറ്റ് പ്ലേസിൽ 6 ആണ് വരേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും. യൂണിറ്റ് പ്ലേസിൽ 6 വരുന്ന അല്ലെങ്കിൽ ഈ ഡെസിമൽ പോയിന്റിന്റെ ലാസ്റ്റ് 6 ആണ് വരേണ്ടത്. അപ്പൊ ലാസ്റ്റ് 6 വരുന്ന ആകെ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ഡി. അപ്പം ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 73ാമത്തെ ചോദ്യം. 1 + 3 + 5 + എക്സെട്ര + 99 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല അതിലെ നമ്പേഴ്സ് എല്ലാം ശ്രദ്ധിച്ച് എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. 1 3 5 1 3 5 ഇങ്ങനെ എക്സെട്ര ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കൊച്ചു ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ദ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n² എന്നാണ് പറയുന്നത്. സം ഓഫ് ഓഡ് നമ്പേഴ്സ് അത് 1 നിന്നും തുടങ്ങുന്നതാണെങ്കിൽ n² എന്ന് പറയാവുന്നതാണ്. ഇവിടെ എത്ര നമ്പർ ഉണ്ട്, n എന്ന് പറയുന്ന എത്ര സംഖ്യകളുണ്ടോ അതിൻ്റെ സ്ക്വയർ. ഇവിടെ എത്ര നമ്പർ ഉണ്ട്, മൊത്തം 99 വരെ ഉള്ളതെങ്കിലും 1 3 5 ഇടവിട്ടല്ലേ. അപ്പം n എന്ന് പറയുന്നത് 50 നമ്പേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ n² എന്ന് പറയുമ്പോൾ എത്രയാണ്, 2500 എന്ന് വരും. n² എന്ന് വരുമ്പോൾ എത്ര, 2500. അതായത് ഓപ്ഷൻ ബി 2500 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് ഒരു സിമ്പിൾ മെത്തേഡാണ്. മറ്റൊരു മാർഗം കൂടി ഉണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. n/2 × a + l എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള, അതായത് n എന്ന് പറയുമ്പം നമ്പർ ഓഫ് ടേംസ് ഇവിടെ 50 ആണ് നമുക്ക് വരുന്നത്. 50/2 × a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, അത് 1 + l എന്ന് പറയുന്ന ലാസ്റ്റ് ടേം 99. അപ്പം എത്ര കിട്ടും, 50 × 100/2. ഇവ തമ്മിൽ വെട്ടുമ്പം 50 വരും, = 2500. സെയിം തന്നെ. നമുക്ക് ഈ ചോദ്യം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഇതാണ്. അതായത് സം ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അത് 1 നിന്നും തുടങ്ങുന്നതാണെങ്കിൽ നമ്മൾ n² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപയോഗിച്ചാണ് ഈ ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനാവുന്നതാണ്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതൊരു എളുപ്പമുള്ള ചോദ്യമായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2500 എന്നാണ് വരുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 74ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണേ. നമുക്ക് 75ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. (2 raised to 5 × 2 raised to 3 × 3 raised to 2 × 3 raised to 4 × 5 raised to 2 the whole divided by 2 raised to 6 × 3 raised to 3 × 5 raised to 4 × 6 the whole raised to -1. അപ്പോൾ ഇത് ലഘൂകരിച്ചാൽ കിട്ടുന്ന എന്തെന്നാ. അപ്പം ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ എഴുതുവാണ്. 2 raised to 5 × 2 raised to 3 × 3 raised to 2 × 3 raised to 4 × 5 raised to 2 the whole divided by 2 raised to 6 × 3 raised to 3 × 5 raised to 4 × 6 the whole raised to -1. അപ്പോൾ നമ്മൾ എക്സ്പോണൻസ് പാർട്ടിൽ കുറച്ച് റൂൾസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് a raised to m × a raised to n എന്നാണെങ്കിൽ എന്താകും, a raised to m + n. അതേപോലെ തന്നെ a raised to m / a raised to n എന്നാണെങ്കിൽ a raised to m - n. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരേപോലെ വരുന്ന ടേംസുകളില്ലേ, 2 raised to 5 ഉം 2 raised to 3 ഉം, അവരെയൊക്കെ നമുക്ക് ഈ റൂൾ അനുസരിച്ച് ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായിട്ട് മാറും, 2 raised to ഇവിടെ 5 ഉം ഇവിടെ 3, ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്താകും, 8 എന്നാകും. ×
3/2ഉം 3/4ഉമാണ്. അത് രണ്ടും കൂടി ചെയ്യുമ്പം ആഡ് ചെയ്യുമ്പം 3/6 എന്നാകും. ആകത്തില്ലേ? അടുത്തത് ഇൻറ്റു 5/2 അത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. താഴെ നോക്കാം. 2/6 ഇൻറ്റു താഴെയെല്ലാം ഒറ്റയ്ക്കാണല്ലോ 3/3 ഇൻറ്റു 5/4 ഇൻറ്റു 6. ഇനി ഇവിടെ വിട്ടുപോകരുത് ദ ഹോൾ റൈസ് ടു -1. -1 വിട്ടുപോയാൽ നമുക്ക് ചെയ്യാൻ പാടായിരിക്കും. ഇനി നമുക്ക് ഷോർട്ടാക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു a⁻m/a⁻n ആണെങ്കിൽ a⁻m-n. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 2/8 8 തവണയാണുള്ളത്. താഴെയോ 2/6. അപ്പോൾ ഇത് തമ്മിൽ കട്ട് ചെയ്യാം. ഇനി ഇവിടെ മിച്ചം ആരുണ്ട്? 2 തവണയുള്ളത്. അപ്പം 2/2 എന്ന് എഴുതാം. ഇൻറ്റു ഇനി താഴെ 3 തവണയുണ്ട്, മേളിൽ 6 തവണയുണ്ട്. ഇത് തമ്മിൽ വെട്ടാം. ഇനി ഇവിടെ 3 തവണ വരത്തുള്ളൂ, അതായത് 3/3. ഇനി മേളിൽ 5 2 തവണയുണ്ട്, 5/2 എന്നാൽ താഴെയോ 5/4. അപ്പോൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം അല്ലേ? ഇവിടെ 2 തവണ, അതായത് ബൈ 5/2 ഇൻറ്റു 6 അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ദ ഹോൾ റൈസ് ടു -1. ഇനി ഇവിടുന്ന് ഒരു 2നെയും ഒരു 3യെയും ഞാൻ പുറത്തെടുക്കുകയാണ്. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3/2 ബൈ 5/2 ഇൻറ്റു 6 the whole divided by the whole raised to -1. അപ്പോൾ ഈ 2ഉം ഈ 6നെയും വെട്ടി ഇവിടെ ഒരു 3 വരത്തില്ലേ? അതേപോലെ ഈ 3യും വെട്ടിപ്പോകാം. ഇനി ഇവിടെ മിച്ചം എന്താണുള്ളത്? 2 ഇൻറ്റു 3/2 ഡിവൈഡഡ് ബൈ 5/2 the whole raised to -1. അപ്പോൾ 2 ഇൻറ്റു 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 വരും. ബൈ 5/2 25 ആകും. ദ ഹോൾ റൈസ് ടു -1 എന്ന് വരും. ഇനി 2 ഇൻറ്റു 9 എത്രയാണ്? 18. 18 ബൈ 25 ദ ഹോൾ റൈസ് ടു -1. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. പക്ഷേ ചാടി കയറി ഇവിടെ 18/25 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കറപ്പിക്കരുത്, കാരണം ദ ഹോൾ റൈസ് ടു -1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരു നമ്പർ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിന്റെ മറ്റൊരു റൂൾ ഇവിടെ വരികയാണ്. a⁻1 എന്ന് പറയുകയാണെങ്കിൽ 1/a, അതായത് ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. ഒരു നമ്പർ റൈസ് ടു -1 എന്ന് പവറിൽ വരികയാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ 18/25 ദ ഹോൾ റൈസ് ടു -1 എന്ന് പറയുമ്പോൾ ഇത് 18/25 ദ ഹോൾ റൈസ് ടു -1 എന്ന് വരുമ്പോൾ ഇത് 25/18 എന്നാണ് ഉത്തരം വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, 25/18. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലായ എയിം ഫോർ PSC എന്നും PYQ സെഷൻസും ന്യൂ SCERT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും ഉണ്ടാകും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആയ എയിം ഫോർ PSC അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിന്റെ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 76ാമത്തെ ചോദ്യം. 4, 11, 30, 67 എക്സെട്ര ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? അപ്പോൾ നോക്കുക, എന്തൊക്കെയായിരുന്നു നമ്മുടെ പദങ്ങള്? 4, 11, 30, 67 ഇതൊക്കെയാണ് നമ്മുടെ പദങ്ങൾ. അപ്പോൾ അടുത്ത പദം ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ആദ്യമേ നോക്കുന്നത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ് അല്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടിൽ നിന്ന് മനസ്സിലാവും. ഈ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ലെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാവുന്നത്, നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പം നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ മിക്ക ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, സ്ക്വയറുകൾ തമ്മിലുള്ള ബന്ധമോ അല്ലെങ്കിൽ ക്യൂബുകൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ബന്ധമുള്ള സീരീസ് ആവും.
അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 സ്ക്വയർ 4 വരും. അപ്പോൾ 3 സ്ക്വയറുമായിട്ടും അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ക്യൂബിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, 1 ക്യൂബ് പ്ലസ് 3 ചെയ്യുകയാണെങ്കിൽ 1 + 3 = 4 എന്ന് കിട്ടും. ഒന്നാമത്തെ ടേമായി. രണ്ടാമത്തത് 2 ക്യൂബ് പ്ലസ് 3 ചെയ്യുകയാണെങ്കിൽ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 + 3 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 11. അപ്പൊ രണ്ടാമത്തെ ടേം കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ പാറ്റേൺ ആയിരിക്കും ഇവിടെ വരുന്നതെന്ന്. ഇനി 2 കഴിഞ്ഞാൽ 3 ക്യൂബ് പ്ലസ് 3 എന്ന് വരുമ്പം എന്തായിരിക്കും? 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. 27 + 3 ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. അപ്പം മൂന്നാമത്തെ ടേം കിട്ടി. ഇനി 4 ക്യൂബ് പ്ലസ് 3 എന്ന് വരുമ്പോൾ 4 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 64. 64ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 67 എന്ന് വരും. ഇനി അടുത്ത എന്തായിരിക്കും? അടുത്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ 4 കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ 1 2 3 4 ഇവരെല്ലാം ക്യൂബിന്റെ കൂടെ 3 ആഡ് ചെയ്താണ്. 4 കഴിഞ്ഞ ഏതാണ് അടുത്ത ടേം? 5. 5 ക്യൂബ് പ്ലസ് 3 ചെയ്യണം. 5 ക്യൂബ് എന്ന് പറയുമ്പോൾ 125 എന്നാണ്. പ്ലസ് 3 ചെയ്യുമ്പോൾ നമുക്ക് 128 എന്ന് കിട്ടും. അതായത് നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി 128 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഒരു PSC ഉദ്യോഗാർത്ഥി നമ്മൾ ക്യൂബുകളും അതേപോലെ സ്ക്വയറുകളും, ഒരു 25 വരെയുള്ള സ്ക്വയറുകളും 20 വരെയുള്ള ക്യൂബ് അല്ലെങ്കിൽ ഒരു 10 വരെയുള്ള ക്യൂബുകളും പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മളിപ്പം ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പാറ്റേൺ ചോദ്യം അല്ലെങ്കിൽ ഒരു സീരീസിന്റെ ചോദ്യം സ്ക്വയറിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ക്യൂബിനെ ബേസ് ചെയ്തോ ഉണ്ട്. അപ്പോൾ ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതായിരിക്കും. അപ്പം ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 77ാമത്തെ ചോദ്യം. A എന്നത് പ്ലസ്, B എന്നത് ഇൻറ്റു, C എന്നത് മൈനസ് ആൻഡ് D എന്നത് ഡിവൈഡിനെയും സൂചിപ്പിച്ചാൽ 8B 12A 18D 6C 2 എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. ഇങ്ങനത്തെയൊക്കെയുള്ള ചോദ്യം വരുവാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. A പ്ലസിനെ സൂചിപ്പിക്കുന്നു, B ഇൻഡുവിനെ സൂചിപ്പിക്കുന്നു, C മൈനസിനെ സൂചിപ്പിക്കുന്നു ആൻഡ് D ഡിവിഷനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്? 8B 12A 18D 6C 2 എന്ന് വന്നു. 8B എന്ന ബിക്ക് എന്താണ്? നമ്മൾ ഇൻഡുവിന് പകരമുള്ള ചിഹ്നമാണ്. ഓക്കെ, അപ്പം 8 × 12 പ്ലസ് എക്ക് പകരം പ്ലസ് 18, ഡിക്ക് പകരം ഡിവിഷൻ 6, സിക്ക് പകരം -2. ഇനി നമ്മൾ ചെയ്യണം. ഇനി എന്താണ്? ഇനിയും ബോർഡ് മാസ് റൂള് നമ്മളിവിടെ ഉപയോഗിക്കണം. അപ്പോൾ ബ്രാക്കറ്റും അതേപോലെ തന്നെ നമുക്ക് ഓഫും ഇല്ലാത്തതുകൊണ്ട് അവ തമ്മിൽ മാറ്റാം. അപ്പോൾ ആദ്യം ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. 18 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെയാക്കാം. 8 × 12 പ്ലസ് 3 - 2 എന്ന് വരും. ഇനി അപ്പോൾ ഡിവിഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. 8ഉം 12ഉം 8 × 12 ചെയ്യുമ്പോൾ നമുക്ക് 96 കിട്ടും. 96 + 3 - 2 എന്നാകും. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി അഡീഷൻ ആണ് അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 96 + 3 ചെയ്യുമ്പോൾ നമുക്ക് 99 എന്ന് കിട്ടും. -2 എന്ന് ചെയ്യണം. അപ്പോൾ അഡീഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി സബ്സ്ട്രാക്ഷൻ. 99ൽ നിന്നും നമ്മൾ 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 97 എന്നാണ് കിട്ടുന്നത്. അതായത് ഓപ്ഷൻ സി 97 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 78ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഒറ്റയാൻ ഏത്? ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനായിട്ടാണ്. ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? ത്രികോണം, ഓപ്ഷൻ എ ത്രികോണം, ഓപ്ഷൻ ബി ചതുരം, ഓപ്ഷൻ സി ചാപം, ഓപ്ഷൻ ഡി വൃത്തം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ചാപമാണ് ഉത്തരമായിട്ട് വരുന്നത്. ചാപം എന്ന് പറയുന്നത് ഒരു വൃത്തപരിധിയുടെ, അതായത് സർക്കംഫറൻസിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഈ ആർക്ക് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഭാഗമാണ്. ബാക്കിയെല്ലാം ത്രികോണവും ചതുരവും വൃത്തവും ഒക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ലേ, ഒരു 2 ഡയമെൻഷണൽ ഫിഗേഴ്സ് അല്ലേ. അതിൽ നിന്നും അല്ലെങ്കിൽ ഈ വൃത്തത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ചാപം. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ചാപമാണ്. ഇനി 79ാമത്തെ ചോദ്യം.
ഗോളം ഈസ് ടു 4πr² പ്രപ്പോർഷനേറ്റ് ഡാഷ് ഈസ് ടു 3πr². അപ്പം ഗോളം എന്നാൽ സ്പിയർ. സ്പിയർ എന്ന് തന്നിരിക്കുന്നത് 4πr² ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3πr². എന്തിൻ്റെയാണ്? അപ്പൊ നോക്കൂ, 4πr² എന്ന് പറയുന്നത് ഗോളത്തിന്റെ അഥവാ സ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അപ്പോൾ 3πr² എന്ന് വരുന്നത് എന്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണെന്ന്. 3πr² എന്ന് പറയുന്നത് അർദ്ധഗോളത്തിന്റെ, അതായത് അർദ്ധഗോളം അഥവാ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് 3πr². അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി അർദ്ധഗോളമാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണെങ്കിലും സർഫസ് ഏരിയാസിൽ നിന്നും കൂടി വന്നിട്ടുള്ള ഒരു ഭാഗമാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ഇക്വേഷനുകൾ, സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുകളും ഒക്കെ കൂട്ടുകാർ പഠിച്ചു വെക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. 80ാമത്തെ ചോദ്യം. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ്? അപ്പോൾ നമുക്ക് പറയാം, ഇതൊരു ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എപ്പോഴും ഞാൻ പറയും, ഇങ്ങനെ ഒരു മാപ്പ് വരയ്ക്കണം. നമുക്കറിയാം, ഇത് വടക്ക്, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്, ഇനി ഇത് കിഴക്ക്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തി, വിവേക് എന്ന് പറയുന്ന വ്യക്തി, ഈ ഒരു പോയിന്റിൽ നിന്നും എങ്ങോട്ടാണ്? അയാൾ തെക്കോട്ടാണ് ആദ്യം നടന്നത്. 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം, അപ്പൊ അയാള് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. അയാൾ 10 കിലോമീറ്റർ തെക്കിലേക്ക് നടന്നു. അവിടെ നിന്ന് നടന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു. ഈ ഭാഗത്താണ് പടിഞ്ഞാറ്. പടിഞ്ഞാറേക്ക് തിരിഞ്ഞു. എത്ര ദൂരം സഞ്ചരിച്ചു? 4 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട്, അതായത് മേലോട്ട് തിരിഞ്ഞ് എത്ര ദൂരം? 5 കിലോമീറ്റർ സഞ്ചരിച്ചു. 5 കിലോമീറ്റർ സഞ്ചരിച്ചു. തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട്, കിഴക്കെന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ്, കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. 4 കിലോമീറ്റർ സഞ്ചരിച്ചു അല്ലെങ്കിൽ നടന്നു. പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ്? അയാൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ അയാൾ ഈ ദിശയിൽ തന്നെയല്ല, ഇവിടെയാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ദിശയിലല്ലേ നിൽക്കുന്നത്? അതായത് ഇത് ഈ താഴോട്ടുള്ള ദിശ ഏതാണ്? തെക്ക്. അതായത് ഓപ്ഷൻ ഡി തെക്കാണ് നമ്മുടെ ആൻസർ. അതായത് തെക്ക് വശത്തേക്കാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി തെക്കാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് 10 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. Thank you and have a nice day.